സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം കൊണ്ടുപിടിച്ച ചർച്ച നടക്കുന്നു. വേനൽ ചൂടിന് രണ്ട് മഴയെ തുടർന്ന് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിലും ചർച്ചകളുടെ ചൂട് ഇപ്പോഴും കേരളത്തെ വിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഉരുകി വലിക്കുകയാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാതെ കോൺഗ്രസും ഹൈക്കമാൻഡും ഘടകകക്ഷികളുമെല്ലാം ചർച്ചയോട് ചർച്ച നടത്തുമ്പോൾ കേരളത്തിലെ പ്രധാന സാമുദായിക ആചാര്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ വീണ്ടും വിവാദപരമായ പല പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന MLA-മാരിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടായാലും ഇല്ലെങ്കിലും VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒരുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹൻ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടാത്ത ആളും അതിന് അർഹനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. VD സതീശൻ എന്ന നേതാവിന് എതിരെ അദ്ദേഹം രാവും പകലും പ്രസ്താവന ഇറക്കിക്കൊണ്ടിരുന്ന ആളാണ്. അത് എന്താണ് കാര്യം എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. VD സതീശന് ബഹുമാനമില്ല, സാമുദായിക ആചാര്യന്മാരോട് ബഹുമാനമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പതിവ് ശൈലിയിൽ അതിൽ നിന്ന് ഉരുണ്ടു മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴും അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടില്ല. ഇത് തന്നെയാണ് സുകുമാരൻ നായരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇവരുടെ എല്ലാം താല്പര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട്, അവരുടെ പ്രസ്താവനകളെ മറികടന്നുകൊണ്ട് VD സതീശൻ വലിയ ഭൂരിപക്ഷത്തിന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ VD സതീശനെ എതിർത്തിരുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നു, മൂന്ന് പേരും മുഖ്യമന്ത്രി പദത്തിന് അർഹനാണ്, എങ്കിലും ആലപ്പുഴയിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ആയാൽ നല്ലത് എന്ന് പറഞ്ഞു. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞോട്ടെ, ഇടതുപക്ഷം കേരളത്തിൽ തോൽക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിന്റെ തോൽവിയായിരിക്കും. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, അതുകൊണ്ട് ഇടതുപക്ഷം ജയിക്കണം, മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ വീണ്ടും ആവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു സംശയമുണ്ട് സാറേ, ഈ ഇടതുപക്ഷത്തിലൂടെയാണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശന് തികച്ചും ബോധ്യമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് വർഷങ്ങൾക്ക് മുമ്പ് BDJS എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി തൻ്റെ മകനെ NDAയുടെ ഘടകകക്ഷിയായി നിർത്തിയത്? അങ്ങനെയാണെങ്കിൽ ഒരു പ്രസ്ഥാനം പുതിയതായിട്ട് രൂപം കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സാധിക്കാതെ പോയി ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി? എൻ്റെ ഒരു സംശയമാണ്. അതായത് ഈഴവരെ പറ്റിച്ചിട്ട് SNDPയുടെ തലപ്പത്ത് നിയമവിരുദ്ധമായി ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള അഴിമതികൾ, തട്ടിപ്പുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. കോടിക്കണക്കിന്, ഏകദേശം നിയമനത്തിലൂടെ തന്നെ ഏകദേശം 10,000 കോടി രൂപ ഉണ്ടാക്കിയുള്ളതാണ്. ഇപ്പം തന്നെ 100 കോടി രൂപയുടെ നിയമന അഴിമതി നടത്തിയിട്ടാണ്, മേടിച്ച് പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ് പൈസ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ അതുമായി മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള നിയമ തടസ്സങ്ങളും അതേ ഭരണതലത്തിലുള്ള തടസ്സങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് KC വേണുഗോപാലിനെയും അതേപോലെ രമേശ് ചെന്നിത്തലയും ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത്, VD സതീശൻ വന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും അനുവദിക്കില്ല എന്നും അദ്ദേഹത്തിന്റെ കേസുകളിലൊക്കെ ശരിയായ അന്വേഷണം നടക്കുമെന്നും കയ്യാമം വെച്ച് ജയിലിൽ അടയ്ക്കുമെന്നും അദ്ദേഹം പേടിക്കുന്നുണ്ട്. എന്നാൽ VD സതീശൻ പറഞ്ഞ എന്താ, ഈ സമുദായ നേതാക്കന്മാരോട്, ആചാര്യന്മാരോടൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല, അവരെന്താ വയസ്സായ ആൾക്കാരല്ലേ, ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടെടുത്ത് അവരുടെയും തെണ്ണ നിറങ്ങാൻ ഞാനില്ല എന്ന് പറഞ്ഞുള്ള ധീരമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് വരെ VD സതീശൻ വെള്ളാപ്പള്ളിയെ പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഈ തിണ്ണ നിറങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു പ്രസ്താവന തന്നെയാണ്. കാരണം അനാവശ്യമായി സാമുദായിക ആചാര്യന്മാരുടെ ഇടപെടലുകൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടില്ല. ഞാൻ ആരുടെയും തിണ്ണ നിറങ്ങാൻ പോകില്ല. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു, വോട്ട് ചോദിക്കാൻ ഞാൻ ഇവരുടെ എല്ലാവരുടെയും അടുത്ത് പോകും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് സമുദായ നേതാക്കന്മാരെ കാണാൻ വേണ്ടി പോകുന്നതും ഒന്നും തെറ്റല്ല, വോട്ട് ചോദിക്കാൻ പോകുമായിരിക്കാം. പക്ഷെ ഇങ്ങനെ മറ്റുള്ള അവർ പറയുന്നതിനൊക്കെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങുന്ന പരിപാടി എൻ്റെ നിഘണ്ടുവിലില്ല. അവരെ വഴിക്ക് പോട്ടെ, ഞാൻ എൻ്റെ വഴിയാണ്. രാഷ്ട്രീയത്തിന് വഴി, സമുദായ നേതാക്കന്മാർ വഴി അവർ നടത്തുന്ന കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാനോ ചൂട്ട് പിടിക്കാനോ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള VD സതീശനെ കടന്നാക്രമിച്ചിട്ട് അദ്ദേഹം ശരിക്കും VD സതീശന് എത്രയും പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? വെള്ളാപ്പള്ളി നടേശനാണ്. അത് സാറ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം VD സതീശന്റെ ഐശ്വര്യം വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ലീഗ് ഇപ്പോൾ ഉറച്ചു നിന്ന് ആരുടെ കൂടെ നിൽക്കുന്നത്? VD സതീശന്റെ കൂടെ നിൽക്കുന്നത്. VD സതീശനെ എത്രമാത്രം ആക്രമിച്ചിട്ടുണ്ടോ അത്രയും മാത്രം ലീഗിനെ ആക്രമിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. രണ്ടുപേർക്കും പോറലേറ്റില്ല, മാത്രമല്ല അവർ ഭയങ്കരമായ ശക്തമായ നിലയിൽ എത്തിച്ചതിന് കാരണം വെള്ളാപ്പള്ളി നടേശനാണ്. മറ്റൊരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ കൊണ്ട് BDJS ഉണ്ടാക്കിയത് എന്തിന് എന്നുള്ളതാണ്. അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് റെയ്ഡുകളടക്കം നേരിടാൻ ആര് വേണം?
മുകളിൽ നിന്ന് തടയാൻ വേണ്ടി മകനെ വേണം. മകൻ വഴി കേന്ദ്രത്തെ തടഞ്ഞു നിർത്തി. ഇപ്പൊ കേന്ദ്ര BJP-ന്റെ കൂടെ നിർത്തി. ഇപ്പുറത്ത് പിണറായി വിജയനെ സ്തുതിച്ച് ഇപ്പം മൈക്രോ ഫിനാൻസ് അടക്കമുള്ള കേസുകളിൽ ഇതുവരെ വെള്ളാപ്പള്ളിക്കെതിരെ ഒന്നും തൊടുക പോലും ചെയ്തില്ല. ക്രിമിനൽ കേസുകൾ 145 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാവുന്ന ഏറ്റവും വലിയൊരു കേസാണ് മഹേഷിന്റെ ആത്മഹത്യ. അതിൽ പ്രധാനപ്പെട്ട 2 പേരാണ്, വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും. ആ ആത്മഹത്യയിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായി അറസ്റ്റ് ചെയ്യാത്തത്? ആത്മഹത്യക്കുറിപ്പില്ലേ? ഇപ്പൊ കൃത്യമായ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിട്ടും അതിന് രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇതാണ്. രണ്ടാമത് എൻഫോഴ്സ്മെന്റ് റെയ്ഡ് അടക്കമുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള കാര്യങ്ങൾക്ക് അവരെ മകനെ നിർത്തിയിട്ടുണ്ട്. ഈ വിധത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് പല വഴികളിലൂടെ ആരൊക്കെയാണോ തൻ്റെ കയ്യിൽ വേണ്ടത് അവരെ കയ്യിൽ നിർത്തുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത്. ഇനിയിപ്പോൾ അടുത്ത ഊഴം എന്ന് പറയുന്നത് നമുക്കറിയാം, KC വേണുഗോപാലിനെയും അതേപോലെ രമേശ് ചെന്നിത്തലയും കയ്യിലിട്ട് അമ്മാനമാടുക, എന്നിട്ട് അതുവഴി അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളിലൊക്കെ തീരുമാനമുണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം മുമ്പ് പറഞ്ഞത്, ഞാൻ SNDP-യുടെ സ്ഥാനം രാജിവെക്കും, 100-ൽ പരം സീറ്റ് കിട്ടുകയാണെങ്കിൽ, VD സതീശൻ കിട്ടുകയാണെങ്കിൽ, അതേപോലെ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ എന്താവും, SNDP-യുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന. അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് അധികാരമില്ല. ശരിക്ക് നിയമപരമായി അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് കൃത്യമായി കോടതിയുടെ ഉത്തരവ് പ്രകാരമുണ്ട്. ഇപ്പൊ തൽക്കാലം സ്റ്റേ വാങ്ങാൻ ആർക്കും കഴിയും. അതിന് കുറച്ച് സ്വാധീനമുള്ള ആൾക്കാരുണ്ട്. എവിടുന്ന മേടിക്കാൻ പറ്റാത്തത്? നിയമപ്രകാരം അവരെ കണക്കും കാര്യം ബോധിപ്പിക്കാത്ത ഒരു കമ്പനിയുടെ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയായ അദ്ദേഹത്തിന് അധികാരത്തിലിരിക്കാനുള്ള അംഗീകാരമില്ല എന്നുള്ളതാണ്. ഈഴവരെ പറ്റിച്ച് ഇത്രയും കാലം കഴിഞ്ഞുകൂടാം. പിണറായി വിജയൻ CPM-നെ അണികളെ പറ്റിച്ചിട്ടാണെങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞുകൂടിയത്. വെള്ളാപ്പള്ളി അതുപോലെ വേറൊരു തരത്തിൽ തന്ത്രം പ്രയോഗിക്കുന്നു. ഈഴവരെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈഴവർക്ക് എന്ത് കാര്യമാണ്, നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? വരെ ഒരു മണ്ണാങ്കട്ടിയും ചെയ്തിട്ടില്ല. അദ്ദേഹം തട്ടിപ്പ് നടത്തി ഈഴവരെ പേരും പറഞ്ഞ് കോടികൾ പിരിച്ച്, അതേപോലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുന്നിൽ ഈഴവരുടെ പേരും പറഞ്ഞ് അവരുടെ വോട്ട് ബാങ്ക് ഉപയോഗിച്ച് വലിയ നേട്ടമുണ്ടാക്കും, അല്ലെ തിരിച്ചടിക്കും എന്ന് പേടിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചിട്ടുള്ള VD സതീശന് ഒരു പരിഹാസ കഥാപാത്രം മാത്രമാണ് വെള്ളാപ്പള്ളി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന്റെ ഒരു നക്ഷത്രമാണ് വെള്ളാപ്പള്ളി എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ, സാറ് എടുത്തു പറഞ്ഞതുപോലെ, UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരികയാണെങ്കിൽ കാക്ക മലർന്നു പറക്കും എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ആ കാക്കയുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയോട് എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളി അത്തരത്തിലൊരു പടം അയക്കുമോ ഇല്ലെന്നുള്ളത് നമുക്ക് കണ്ടറിയാം.